ഹായ്, റോസ്മേരി കളക്ഷന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കാത്തിരുന്ന തയ്യൽ ക്ലാസ് ഇന്നോട്ട് തുടങ്ങാണ്. ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയി ഡയറക്റ്റ് ഇങ്ങോട്ടാണ് വന്നത്. നമുക്ക് ബാക്കി ദിവസങ്ങൾ നമുക്ക് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, ഇവിടെ ജോലിക്കാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പിന്നെ തയ്യൽ ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ ഒരു രീതി, അതായത് ഞാൻ പഠിച്ച രീതി, ഞാൻ തുടർന്നുകൊണ്ട് പോകുന്ന രീതി, അതാണ്. പലരും പല രീതിയിലാണ് തയ്യല് ചെയ്യണത്. കട്ടിങ്ങിലും വ്യത്യാസം ഉണ്ടായിരിക്കും, ടൈപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയുണ്ട്, എന്നെ പഠിപ്പിച്ച ഞാൻ പഠിച്ച രീതി. അപ്പൊ അതാണ് ഞാൻ ചെയ്യണേ. പിന്നും പറയാണ്, പലരും പല രീതിയിലാണ് ഇത് കട്ടിങ്ങും ടൈപ്പും ഒക്കെ ചെയ്യാട്ടാ. അപ്പൊ ആദ്യമായിട്ട് നമ്മള് നൂല് കുറക്കാം. ഞാൻ പവർ മെഷീനിലാണ് ഇരിക്കുന്നത്. സിംഗിൾ മെഷീനും ഡബിൾ മെഷീനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ പഠിപ്പിച്ചത് സിംഗിൾ മെഷീനിലാണ്. അപ്പൊ ഈ പവർ മെഷീനിൽ നൂല് നമ്മൾ ആദ്യം അടിനൂല് ചുറ്റാൻ കാണിച്ചു തരാം. നൂല് ഇതിലിട്ടിട്ട് ഇതാ ഇതിലെടുക്ക. പിന്നെ ഇതികോടെ എടുക്ക. ഇതിന്റെ ഈ ടെൻഷന്റെ ഉള്ളി കൂടെ എടുത്തിട്ട് ഇപ്പുറത്ത് ഒരു ഹോളുണ്ട്, അതിൽ കൂടെ നൂലിട. ഇനി ഇതിനെ ചീറ്റിയിട്ട് ഇത് വയ്ക്കാം കേട്ടാ. ഇങ്ങനെ നൂല് ചുറ്റിയെടുക്കാം. ഇതിപ്പോ നമ്മള് തയ്ച്ചോണ്ടിരിക്കുകയാണെങ്കിലും നമ്മള് കൂടുതലൊക്കെ തയ്ക്കാനുണ്ടെങ്കിൽ അപ്പൊ ഒരു ബോബിന് ചുറ്റി ചിലപ്പോൾ തികയില്ല. അപ്പൊ നമുക്ക് ഇപ്പുറത്തെ ഇതിലൊരു നൂലിട്ടിട്ട് ഇതിലെടുത്ത് ഇങ്ങനെ ചുറ്റിയിട്ടിട്ട് ഇതിൽ കൂടെ നൂലിട്ട് നമുക്ക് കോർത്ത് തയ്ക്കാം. ആ തയ്ക്കുന്നതിനുള്ളിൽ ഇത് നിറഞ്ഞോളും. നിറയുമ്പോൾ തന്നെ അത് ഓഫ് ആവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നൂല് കോർക്കാൻ. ഇനി നമുക്ക് നൂല് ഇടാൻ കാണിച്ചു തരാം. തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നൂല് ഇടാൻ ഇതുപോലെ തന്നെ മോളികൂടെ. ഇതിന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ കാണിച്ചു തരുമ്പോ ഇത് കാണിച്ചു തന്നെ. ഞങ്ങളിപ്പോ ഇത് ഇടാറില്ല, മോളികൂടെ ഇടാറില്ല. ഈ ഹോളിലിടാം. ഇവിടെ ഒരു ചതുരത്തിലൊരു ഇതുണ്ട്, അതുമ്മ ഈ ഹോളിലിടാം. മെഷീനുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരുന്നുള്ളൂ. ഇതിന്റെ ഈ അറ്റത്തുള്ള ഹോളി കൂടെ ഇടാം കേട്ടോ. പിന്നെ ഇതിലിടാം. ഇതിന്റെ അടിയിലുണ്ട് ഹോള്, അതികൂടെ കോർക്കുക. പിന്നെ ഇതിന്റെ ഈ ടെൻഷൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ഇതിവിടെ ഒരു ഹോളുണ്ട്. ഇതിലിട്ടതിന് ശേഷം വേണം നമുക്ക് ഇതിന് കോർക്കാം. പിന്നെ ഈ രണ്ടിന്റെയും ഉള്ളി കൂടെ ഇടണം കേട്ടാ. അതിനുശേഷം സൂചിയിൽ കോർക്കുക. പുറത്തുനിന്നാണ്, ലെഫ്റ്റിൽ നിന്നാണ് റൈറ്റിലേക്ക് കോർക്കണ്ടേ. പിന്നെ നൂല് ചുറ്റിയത് ബോബിൻ കേസ് ഇതിൽ ഇട്ടിട്ട് ഇതിവിടെ ഒരു വെട്ടുണ്ട്, ഈ വെട്ടിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഇതിലെടുക്കാം. ഓക്കെ. പിന്നെ ഇതിനുള്ളിൽ എടുക്കാൻ കാണിക്കുന്നില്ല. ഓക്കെ. ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ അരികു ഭാഗങ്ങൾ മടക്കി അടിക്കേണ്ട വിധമാണ് കാണിക്കാൻ പോണേട്ടോ. ഞാൻ വെള്ള തുണിയാണ് എടുത്തേക്കണത്, കളർ നൂലാണ് ഇട്ടേക്കുന്നത്. തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാലോ, ഞാൻ കാണിച്ചു തരുന്ന തയ്പ്പ് എങ്ങനെ ഇല്ലെന്ന് അറിയാലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളൊരു കോട്ടൺ തുണിക്ക് ആണെങ്കിൽ നമ്മൾ ഡബിൾ മടക്ക് മടക്കണം. അത് 1/4 ഇഞ്ചിൽ ഒരു മടക്ക് മടക്കിയിട്ട് വീണ്ടും ഒരു 1/4 ഇഞ്ചിൽ മടക്കാം. സാധാരണ തയ്പ്പാണ് കേട്ടോ തയ്ക്കണേ. ഇനി നമ്മള് കോട്ടൺ തുണി നമുക്ക് ഇങ്ങനെ 2 ഡബിൾ മടക്ക് ഒന്നിച്ച് മടക്കി തയ്ക്കാൻ പറ്റും. ചില തുണികൾ നമുക്ക് ഒന്നിച്ച് മടക്കി തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 2 മടക്ക് തന്നെയായിട്ട് 2 പ്രാവശ്യമായിട്ട് തന്നെ തയ്ക്കണം. അപ്പൊ അതിന് ആദ്യം വേണ്ടത് നമ്മൾ ഒരു മടക്ക് മടക്കിയിട്ട് ഈ അരിയെ കൂടി തയ്ക്കണം. ഇവിടെയല്ല തയ്ക്കാൻ കാണിച്ചു തരാം കേട്ടാ.
ഇങ്ങനെ തയ്ക്കണം. ഈ അരുത്തുകൂടെ തയ്ച്ചതിന് ശേഷം വേണം നമുക്ക് ഇപ്പുറത്ത് ഇത് മടക്കിയിട്ട് ഇപ്പുറത്ത്. അപ്പൊ 2 തയ്പ്പും ഒന്നിച്ചു വരും. ഇങ്ങനെ അടിക്കുമ്പോ ഒരു തയ്പ്പ് കാണില്ല, അപ്പൊ 2 കൂടി ഒരുമിച്ച് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ മടക്കിയിട്ട് ആദ്യത്തെ ഒരു മടക്ക് നമ്മൾ മടക്കി, ചിലര് ആദ്യമൊക്കെ തയ്ക്കുമ്പോ ഈ അരുത്തുകൂടെ തയ്ക്കും. തുണി മടക്കി വെച്ച ഭാഗമാണല്ലോ എന്ന് ചോദിച്ച് അരുത്തോടെ അടിക്കും. അപ്പൊ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് നമ്മൾ അടുത്ത മടക്ക് മടക്കുമ്പോ ആ തയ്പ്പ് നമ്മളവിടെ 2 സ്റ്റിച്ച് ആയിട്ട് തന്നെ എടുക്കും. കണ്ട, ഇതിലെ അടിക്കുമ്പോ മുന്നേ അടിച്ച തയ്പ്പ് അവിടെ എടുക്കും. അത് വൃത്തികേടാണ്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ മടക്ക് മടക്കുമ്പോ മടക്കിയിട്ട് ഈ അരുത്ത് നമ്മുടെ റൈറ്റ് സൈഡില് അരുത്തുകൂടെ തയ്ക്കുക. പിന്നത്തെ മടക്കില് അപ്പൊ ആ തയ്പ്പ് നമ്മുടെ തയ്പ്പിന്റെ അരുത്തുകൂടെ തന്നെ വരും, തയ്പ്പ് കൂടെ തന്നെ വരും. അപ്പൊ അത് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി പറഞ്ഞത് നമ്മള് ഉടുപ്പുകളൊക്കെ ഉരുട്ടി അടിക്കുക. ഇപ്പോഴൊന്നും ഇല്ല, പണ്ടൊക്കെ ഈ അമ്മാമ്മമാരുടെ മുണ്ടൊക്കെ തെറുത്തടിക്കാറുണ്ട്. അതാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളിങ്ങനെ കോട്ടൺ തുണിയാണ് നമുക്ക് തെറുത്ത് കിട്ടുള്ളൂ. തെറുത്ത് ഈ അടിപ്പ് പഠിച്ച് ഇത് നമുക്ക് ഇപ്പൊ ബ്ലൗസുകൾക്കൊക്കെ വള്ളി വെക്കാനൊക്കെ ഇപ്പൊ ഇങ്ങനെ തെറുത്താണ് അടിക്കുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ഉരുട്ടി കൈയിന്റെ പെരുവല്ല ഈ തള്ളവല്ല് വേദന എടുത്തിട്ടുണ്ട്. ഇപ്പൊ ആരും അമ്മാവന്മാര് മുണ്ട് ചട്ടി കൊടുക്കണവരില്ല. അങ്ങനത്തെ മുണ്ടുകളുടെ അരിഭാഗം അങ്ങനെ തെറുത്തെറി. പിന്നെ ഇപ്പൊ മുണ്ടുകളൊക്കെ ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇന്റർലോക്ക് ചെയ്ത് ഇടാ, ഇങ്ങനെ ഉരുട്ടിയടിക്കും. അപ്പോ അരിക് തയ്ക്കാൻ പഠിച്ച ഇപ്പൊ ഇങ്ങനെയാണ് അരികൾ തയ്ക്കാം. റയോൺ തുണി അല്ലെങ്കിൽ സിൽക്ക് തുണി ഒന്നും തയ്ക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് മടക്കി തയ്ക്കാൻ നോക്കരുത്. അപ്പൊ അമ്പർലയൊക്കെ വെട്ടണ സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് മടക്കി അടിക്കാൻ നോക്കരുത്, പിരിഞ്ഞു കൂടും ആകെ. അപ്പൊ അതുകൊണ്ട് അമ്പർലയൊക്കെ തയ്ക്കുമ്പോൾ എപ്പോഴും ഒരു മടക്കി ഈ അരുത്തോടെ അടിച്ചതിന് ശേഷം അടുത്ത മടക്കി അടിക്കുക. ലോക്ക് ചെയ്യാണ് സാധാരണ ചെയ്യണ എല്ലാവരും. അല്ലാത്തവർ മടക്കി അടിക്കുന്നവർ ഇങ്ങനെ വേണം അടിക്കാനായിട്ട്. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത്, തയ്പ്പ് നമ്മൾ എത്ര പഠിച്ചാലും തീരില്ല. ഓരോ ദിവസം ഓരോ പുതിയ മോഡൽ വരും. അപ്പോ ഈ തുടക്കക്കാരൊക്കെ തയ്പ്പ് ഒട്ടും അറിയാത്തവര് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു നോട്ട് വെക്കുക. നോട്ട് വെച്ചിട്ട് നമ്മളിപ്പോ ഇതിപ്പോ അരി അടിക്കുന്ന ഹെംചിയാന്നൊക്കെ പറയാ, ടക്ക് അടിക്കുന്ന ഡാർട്ട്. ഞാൻ അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല, എന്റെ വായിൽ കൊള്ളൂല. ഞാൻ മലയാളത്തിൽ തന്നെ പറയുള്ളൂ. നമ്മളൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്കറിയുന്ന ഒരു ഭാഷയിൽ അങ്ങനെ ഞാൻ എൻ്റെ നോട്ട് ഞാൻ കാണിച്ചു തരാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. നമുക്കറിയാവുന്ന രീതിക്ക് നമ്മൾ ഒരു നോട്ട് എഴുതി വെക്കാം. അത് ഏറ്റവും അത്യാവശ്യം. നമ്മൾ ചില സമയത്ത് തുണി വെട്ടണ കാര്യങ്ങൾ, വെട്ടും തയ്പ്പ് ഒന്നിച്ചാണ് നമ്മൾ പോവുക. അപ്പൊ വെട്ടണ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. അപ്പൊ അത് മറക്കാതിരിക്കാൻ നമുക്ക് നോട്ട് കണ്ടാൽ മനസ്സിലാവണം. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ, നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ ഒരു നോട്ട് എഴുതി അല്ലെങ്കിൽ ഒരു പേപ്പർ കട്ടിങ് ഒക്കെ വെച്ച് അത് ഒട്ടിച്ചൊക്കെ വെച്ചാൽ നമുക്ക് പിന്നീടത്തേക്ക് അത് ഉപകാരം ഉണ്ടാവും. തുടക്കക്കാരാണ്, തയ്പ്പ് തീരെ അറിയാത്തവരോടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങള് ഇങ്ങനെ അരി അടിക്കാൻ പഠിക്കുക. ഒട്ടും അറിയാത്തവര് അരി അടിക്കാൻ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടക്ക് ഉണ്ട്, ബ്ലൗസിന്റെ ഒക്കെ ടക്കുകൾ അടിക്കണ വിധം അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. അല്ലാന്നുണ്ടെങ്കിൽ വലിയ വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ.